എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. നമ്മുടെ കുഞ്ഞിരാമ മേനോന് നമ്മുടെ അലീനയെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ അലീനയെ കണ്ട് അനുഗ്രഹിച്ച് മടങ്ങുന്ന സമയത്ത് വിചിത്രാമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ വിചിത്രാമ്മയ്ക്ക് കുറച്ച് പൈസയൊക്കെ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ വിചിത്രാമ്മ പറയുന്ന ഈ പൈസയല്ല എനിക്ക് വേണ്ടതെന്ന്. അപ്പം കുഞ്ഞിരാമേനോൻ പറയും, എനിക്ക് മനസ്സിലായി, ഞാൻ വേണ്ടത് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഭാര്യ വയ്യാതെ കിടക്കുകയാണ്, അവളെ നോക്കാൻ ആരുമില്ല, അലീനയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ഇപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ വിചിത്രാമ പറയും, ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങിയാണ്. യാത്ര പറഞ്ഞിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ അലീനയുടെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഇത് വരികയാണ്. അതാരാണെന്നുള്ള ചോദ്യമൊക്കെ ഇങ്ങനെ ഉള്ളിൽ വരികയാണ്. കാരണം ഒരു ആത്മബന്ധമൊക്കെ അലീനയ്ക്ക് അവരോട് വരുന്നുണ്ട്. അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മുടെ അലീന വിചിത്രാമ്മയോട് ചോദിക്കും, അമ്മ ആരാ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയാം, അത് പറയാമെന്ന് പറയാം. അങ്ങനെ ആ വലിയ രഹസ്യം നമ്മുടെ വിചിത്രാമ്മ അലീനയോട് പറയുകയാണ്, നിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെന്ന് പറയും. അപ്പോൾ അവൾ ഞെട്ടിത്തെറിച്ച് നോക്കും. ഗ്രാൻഡ് ഫാദർ, അതെ, നിൻ്റെ മുത്തച്ഛനാണെന്ന് പറയും. എൻ്റെ അമ്മയുടെ അച്ഛനാണോ എന്ന് ചോദിക്കും. അതേന്ന് പറയും. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും പറയും. ഇങ്ങനെ മകളാണ്, അങ്ങനെ കഥകളെല്ലാം അറിയിക്കുകയാണ്. അപ്പോൾ അലീന ഞെട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് പറയും, നീ ആ വീട്ടിലേക്കാണ് പോകുന്നത്, പക്ഷെ നിനക്ക് അവരെ കാണാം, എല്ലാം ചെയ്യാം. അപ്പോൾ അവൾ ചോദിക്കും, അപ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് തൊടാമല്ലേ, എൻ്റെ കൂടപ്പിറപ്പുകളെ എനിക്ക് കാണാമല്ലേ, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കണ്ട് ഇത് ചെയ്യാമല്ലോ എന്നൊക്കെ പറയാം. അപ്പോൾ അലീന ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് അതൊക്കെ പറയുന്നത്. അപ്പം വിചിത്രാമ്മ പറയും, എല്ലാം ചെയ്യാം, പക്ഷേ ഒരു കാര്യം നീ എനിക്ക് വാക്ക് തരണം എന്ന് പറയും. നീ അറിഞ്ഞ സത്യം ഒരിക്കലും അവരറിയാൻ പാടില്ല, കാരണം അവരുടെ മകൾ മരിച്ചുപോയി, അതുകൊണ്ടാണ് അവരിന്ന് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നതെന്ന് പറയും. അവരുടെ ജീവിതം തകർക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പോൾ അലീന അങ്ങനെ വാക്ക് കൊടുക്കുകയാണ് വിചിത്രാമ്മയ്ക്ക്, അവരൊരിക്കലും അറിയില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അവൾ തിരിച്ച് റൂമിൽ വരുമ്പോൾ തൻ്റെ കൂട്ടുകാരിയോട് ഈ കഥകളൊക്കെ പറയുന്നു. അപ്പോൾ കൂട്ടുകാരി പറയുന്നു, അപ്പം ചേച്ചിയുടെ കയ്യിലാണ് അവരുടെ ജീവിതം ഇരിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് ലാസ്റ്റ് അലീന പറയും, എന്തിനാണ് എന്നെ അവർ അനാഥാലയത്തിൽ കൊണ്ടുവിട്ടേ എന്നുള്ള ആ ചോദ്യത്തിന് മാത്രം അവൾക്ക് ആൻസർ കിട്ടുന്നില്ല, എന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ കുഞ്ഞിരാമേനോൻ തിരിച്ചു പോയി വീട്ടിലെത്തിയപ്പോഴത്തേനും തീരെ വയ്യാതാവുന്നു, നെഞ്ചുവേദനയൊക്കെ ആവുന്നു. അങ്ങനെ ഡോക്ടർ വിളിക്കുന്നു. ഡോക്ടർ വന്ന് നോക്കുന്നു. അപ്പം മനുവിനോട് മുത്തച്ഛൻ പറയുന്നു, കുഴപ്പമൊന്നുമില്ല, നമ്മൾ പോയത് ശരിയായ വഴിയിൽ തന്നെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് അലീനയെ കൊണ്ടുവരാനുള്ള തിടുക്കത്തിലാണ് അവർ. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ അലീനയെ കൊണ്ടുവരുന്ന എപ്പിസോഡായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക നാളത്തെ എപ്പിസോഡിനായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.